ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്രാബ് റോസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ക്രാബ് എടുത്തിട്ട് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കൂടെ തേച്ചെടുത്ത് ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് മൊരിയിപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ടായിരുന്നു. നമുക്കിത് ഇതിൽ നിന്ന് മാറ്റാം. ഇനി ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 പച്ചമുളക് കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് നേരം മൂടി വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. ഇനി ഇതൊന്ന് മൂടി തുറന്ന് നോക്കാം. അപ്പോൾ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ടൊമാറ്റോ ആണ്. അപ്പോൾ ഞാൻ ഒരു വലിയ ടൊമാറ്റോ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം. അപ്പോൾ ഇനി ഇത് വീണ്ടും നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം മൂടി വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും ഇത് തുറന്ന് നോക്കാം. അപ്പോൾ സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വാടി കിട്ടണം. നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 സ്പൂണോളം മുളക് പൊടിയാണ്. മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് 1 സ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 സ്പൂണോളം മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചേർക്കേണ്ടത് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ചേർക്കേണ്ടത് ഒരു 1/2 സ്പൂൺ ഗരം മസാലയാണ്. അപ്പോൾ അത് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എരിവിനനുസരിച്ച് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാവരും കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. സവാളയും തക്കാളിയിലേക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പൊടിയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത്, നമ്മൾ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ക്രാബ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാവരും കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇനി നമുക്കിതൊരു 5-10 മിനിറ്റ് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഒന്ന് മൂടി തുറന്ന് നോക്കാം. അപ്പോൾ ഇത് ക്രാബിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഡ്രൈ ആക്കണമെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. 1 കപ്പ് വേണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചാലും മതിയാകും. ഇനി ഇതൊന്ന് ഒരു 1/4 മണിക്കൂർ മൂടി വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ 15 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമുക്കിനി മൂടി തുറന്ന് നോക്കാം. അപ്പോൾ ക്രാബിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/2 ലെമണാണ്. ഒരു 1/2 ലെമൺ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ക്രാബ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. അപ്പോൾ അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ക്രാബ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രാബ് റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും നന്നായിട്ട് ക്രാബിലേക്ക് മസാലയൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസൊക്കെ ഒന്ന് താഴെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.